എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് മുരുടേശ്വരത്ത് ട്രെയിൻ നിർത്തിയപ്പോഴാണ്. കാരണം ആ സ്റ്റേഷനിൽ കുറേ നേരം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉറക്കം എണീറ്റിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലത്തെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സ് ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ രാത്രി 1:45 നമ്മുടെ ട്രെയിൻ. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു എല്ലാവരും. അപ്പോൾ പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ തന്നെ എടുക്കണമെന്ന് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഫ്രണ്ട്സുമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇതൊക്കെ ഒരു മെമ്മറി ആയിരിക്കില്ലേ. കാരണം എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ പ്ലാൻ ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടൂറ് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് എത്രയോ 2 മാസം മുന്നേ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മൾ കുംത എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഫസ്റ്റ് ഇറങ്ങിയത്. കാരണം നമ്മുടെ ട്രെയിൻ ഗോകർണയിലേക്ക് ഡയറക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുംതയിൽ ഇറങ്ങി. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മനസ്സിലായത് അതൊരു കാടായിരുന്നു. ഒരു മാടായിപ്പാറയൊക്കെ പോലെയുള്ള ഒരു പ്രദേശം. പിന്നെ ഞാനിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ലെറ്റർ ബോക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒന്നും ചെയ്യാനില്ല, കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ ട്രെയിൻ കയറി ഗോകർണ റോഡിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ. വേറെ ട്രെയിൻ നമ്മൾ അവിടുന്ന് കയറിയിട്ട് ഗോകർണ റോഡിലേക്ക് വന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വന്നു. ഹോം സ്റ്റേ അരുൺധേക്കർ ഹോം സ്റ്റേ ആണ്. പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് ദബ്ബൻ ശശി എന്നാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. ദബ്ബൻ ശശി അവിടെയാണ് ഇപ്പോൾ നമ്മളില്ലേ. റൂമൊക്കെ സെറ്റപ്പാണ് കേട്ടോ, അടിപൊളിയാണ്. 3 വലിയ കട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ 5 പേരാണുള്ളത് ആകെ. ഇങ്ങനെയാണ് ആ അപ്പാർട്ട്മെന്റിന്റെ പുറമോടി വന്നേക്കുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചേച്ചീൻ്റെ ഫോട്ടോ ആ ഒരു വീട് പണിയെടുക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചത് കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ചിരി വന്നു. ഞാൻ ആ ഫോട്ടോ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങുവാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇതേപോലത്തെ സ്ഥലം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും കടലെല്ലായിടത്തും ഇല്ല തന്നെയല്ലേ, വെള്ളപ്പുഴയും കടലും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു എൻട്രി ഞാനിങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീല്. ഈ റെസ്റ്റോറൻറ്റും ഇപ്പുറത്ത് ഈ കടയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ബിക്കിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്. നമ്മളെന്തായാലും ഇടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ടൂറിൽ നമ്മൾ ആരും ഇടുന്നില്ല. ഇനി ഗോവ ട്രിപ്പ് എങ്ങാനും പോകുമ്പോൾ അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി നമ്മുടെ ഗോകർണ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിലേറെയായി. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പിന് പോയല്ലോ. ഇപ്പോഴും എനിക്കതൊരു സ്വപ്നം പോലെയാണ് തോന്നി ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ. നമ്മുടെ എല്ലാവരെയും ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് അത്യന്താപേക്ഷിതമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴേ വട്ടായി പോയേനെ. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ശിവൻ്റെ ഒരു ചിത്രം കണ്ടത്. അതൊരു നൈസ് വർക്കായിട്ട് എനിക്ക് തോന്നി. അവിടെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി ഇങ്ങനെ നടന്നു. നമ്മൾ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷെ ഒന്നും നമ്മുടെ വൈബിനങ്ങ് സെറ്റായില്ല. അങ്ങനെ ഒരു കടയിൽ നമ്മൾ കയറി. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് തോന്നുന്നത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് തോന്നുന്നു കടയിൽ നിന്ന് ഓണായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഫിഷ് താലിയും പിന്നെ ചിക്കൻ നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ താലും ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതൊന്നും കഴിക്കേണ്ട കട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. അത് എന്തുകൊണ്ട് നന്നായി. കാരണം ഇവിടുത്തെ ഫിഷ് എന്തോ ഒരു വെന്തിട്ടില്ലായിരുന്നു തീരെ. എനിക്ക് ഛർദ്ദിക്കാനായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് രാവിലെ തൊട്ട് തന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുംത സ്റ്റേഷനിൽ ഒരു ചായ പോലും കിട്ടിയില്ല. ഒരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് അത് ആലോചിക്കാനേ പറ്റത്തില്ല അല്ലേ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിൽ വന്ന് റെഡിയായി. നമ്മൾ റെഡിയാകുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ആ റെഡിയാവല്ലാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അങ്ങനെ പലവിധ സൗന്ദര്യ വസ്തുക്കളും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മളിപ്പം ബീച്ചിലേക്ക് പോവാണ് ഗൈസ്. ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ദൂരെ ഏഴിമല പോലത്തെ ഒരു മലയുണ്ട് ഗൈസ്. പക്ഷെ അതിന്റെ പേരെന്താന്ന് അറിയില്ല. നിവേദിക്കറിയോ? പാവം. മഞ്ചിക്കറിയോ? നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏഴിമല ചൂട്ടാട് ബീച്ച്. ചൂട്ടാട് ബീച്ചല്ല, ഒരു മാട്ടൂൽ ബീച്ച് എന്നൊക്കെ കാണുന്ന പോലെയുണ്ട്. മാട്ടൂൽ ബീച്ചിന് ഇത്ര ഏഴിമല കാണും. സെയിം. ദബ്ബൻ ശശി പോസ്റ്റ് ഓഫീസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ പോസ്റ്റ് ഓഫീസിന്റെ കോലം നോക്കിയാൽ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഓഫീസ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ സ്കൂളെല്ലാം അടച്ച് കുട്ടികളൊന്നും ഇല്ല. നമ്മൾ ഏതോ ഒരു നാട്ടിലൂടെ ഇങ്ങനെ നമ്മൾ 5 പേരും ഇങ്ങനെ വർത്താനവും പറഞ്ഞ് നടക്കുകയാണ്. ഒരു അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാരും ഒന്ന് നിക്കറോ അടുക്ക. ഇപ്പുറത്തുനിന്നാവാൻ തോന്നുന്നു. ഇപ്പുറത്തുനിന്നാവാ. ഇവിടുന്നാന്ന് ക്ലിയർ. ഇങ്ങനെ ഓട്ടോ വെക്കണം. എനിക്കൊന്നും തിരിയുന്നില്ല. ഓട്ടോ ശരി. വാവ്. നല്ല ചെയ്യും.
ഇന്നോട്ടിക്കട്ടെ ഇത് നിങ്ങളെ മറ്റേ പണ്ടൊക്കെ മറ്റേ വീട്ടിലെടുക്കും ഇങ്ങനെ ഇതെന്തായാലും പൊട്ടിപ്പോലെ. അല്ലെ പരാഗണം നടന്നു ഓൾറെഡി. എന്നിട്ട് അത് വിത്തായി. ഇനി വിത്ത് വിതരണം അല്ലേ? ഹോമം വേണം. കിളിക്കാൻ പറ്റി. നമ്മള് വേറെ നാട്ടിൽ വന്നിട്ടാണ് ഇതെല്ലാം അല്ലെ ഫീൽ ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മളെ സ്വന്തം കാണാൻ കിട്ടുന്നുണ്ടോ? ആ നമ്മള് അല്ല ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇല്ലാന്ന് തോന്നുന്നു ഇപ്പം തന്നെ. കിളിക്കാൻ പറ്റി. എന്ത് മനോഹരമായ ചെടി. പക്ഷെ ഇത് ശരിക്കും വീടാണ്. വീടെന്ന് വെച്ചാൽ നമ്മുടെ കള, അതായത് ഒരു ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന കളയാണിത്. നമ്മൾ റൈറ്റ് തിരിഞ്ഞു. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് തിരിയണം. അത് വേറൊരു വഴി, അറിയില്ല എന്താണ്. ഗൂഗിൾ മാപ്പ് ഒക്കെ നമ്മൾ നടക്കുകയായിരുന്നു. അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ട്. ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇനിയും 1.5 കിലോമീറ്റർ ആയിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിന് ഇരുവശത്തും ഇതുപോലെ കുറേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ കുറേയെല്ലാം കൃഷി ചെയ്യണേ. മടിയന്മാരായിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്. അതെടാ നമ്മൾ കുറെ കൂടി കൃഷി ചെയ്യണമെന്ന് അറിയാം. നോക്ക്, ഇവര് മെയിൻ ഇതന്നെ ആയിരിക്കും കൃഷിയാ. ഇങ്ങോട്ടുള്ളവര് കൃഷിയും നമ്മളാ ബീച്ച് സൈഡിലുള്ളവര് മറ്റേ ഹോം സ്റ്റേ. അല്ല, മത്സ്യബന്ധനം ഒക്കെ മറ്റേ ഹോം സ്റ്റേയും മറ്റേ ഇതെല്ലാം തോന്നും. നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലത്തെ മരങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇത് സോപ്പും കായ് ആണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. മുന്നിലേക്ക് കാണുന്ന പന്തല് പോലെ ഇട്ടേക്കുന്ന സ്ഥലത്ത് കോവയ്ക്കാണ് അവർ കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു ഫേസ് ആണെന്ന് തോന്നി, ഈ ചേച്ചിയുടെ ഫേസ്. എനിക്കത് കാണുമ്പോൾ ചിരിയാ വരുന്നത്. ഞാൻ ഏതോ വീഡിയോയിൽ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലൂടെ പോലും ഇതുപോലൊക്കെ നടന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും. കാരണം ഇത്രയും ലോങ് നമ്മൾ ഇതുവരെ നടന്നിട്ടില്ല നമ്മുടെ സ്വന്തം നാട്ടിലൂടെ ഒന്നും. അങ്ങനെ നമ്മൾ തളർന്നു ആക്ച്വലി. അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഇവിടുത്തെ ചായയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടുത്തെ ഈ നാട്ടിലെ ചായ ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായ, നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. നല്ല കട്ടിപ്പാലാണ്. എനിക്ക് തോന്നി എരുമപ്പാലെങ്ങാനാന്ന് തോന്നി. ഞാനത് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു, ഇത് എരുമപ്പാലാണ് ഗൈസ് എന്നൊക്കെ. ഈ നാട്ടുകാർ അധികം ചായ കുടിക്കാത്തവരാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചായയുടെ മധുരമൊന്നും അറിയില്ല. തീരെ മധുരമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഷുഗർ കുറച്ച് ചോദിച്ചപ്പോഴാണ് അവർ ഒരു ഡബ്ബ നിറയെ ഷുഗർ തന്നത്. അങ്ങനെ നമ്മളത് ഏഡ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രയാണം ആരംഭിച്ചു. മഹാബലേശ്വർ ടെമ്പിളിലേക്കാണ് ഈ യാത്ര. അപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നേ? 3 കിലോമീറ്റർ. കപ്പലിൽ പോകാൻ പേടിയാ, കപ്പലിൽ പോകാൻ പേടിയാന്ന് പറയുന്നത്. അതെല്ലാം ഇവിടെ ബീച്ചിലെല്ലാവരും ഒന്ന് ഇങ്ങനെ കൂടിയേക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് മനസ്സിലായ കബഡിയാണ് പരിപാടി. മഹാബലേശ്വർ ടെമ്പിളിന്റെ അടുത്തുള്ള ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഗോകർണ ബീച്ച് എന്നാണ് തോന്നുന്നു ഇതിന്റെ പേര്. ഇനി മൂൺ ബീച്ച് എന്നാണോന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ ബീച്ചിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. കാരണം നമുക്ക് സൺസെറ്റ് മിസ്സായില്ലേ. ഇത് അടിപൊളി ബീച്ചായിരുന്നു. നല്ല ലൈറ്റോടെ കാണേണ്ട ഒരു ബീച്ച് തന്നെയായിരുന്നു. പക്ഷെ അത് സൺസെറ്റ് മിസ്സായി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ ചാടിക്കാനൊക്കെ നിന്നോണ്ടല്ലേ, അല്ലെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നടന്നിട്ടുണ്ട് സൺസെറ്റ് കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. പിന്നെ നമ്മൾ നേരെ ഈ ടെമ്പിളിന്റെ ആ ഭാഗത്തേക്കാണ് പോയത്. ഇവിടെ മെയിനായിട്ട് ഷോപ്പിംഗ് ഏരിയ ആണ്. പല വിധത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ് ഓരോന്നും കാണാൻ വേണ്ടി. നമ്മളിങ്ങനെ ഓരോ ഷോപ്പിൽ കയറിയിട്ട് ഒരുപാട് ടൈം അതന്നെ നോക്കി നിൽക്കുകയാണ്. ഞാനിവിടെ മുന്നേയും വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് വന്നത് ഗോകർണ ഡാൻഡേലി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കുറച്ച് പരിചയമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നേരെ ടെമ്പിളിലേക്ക് കയറാൻ പോയി. അപ്പോൾ ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇതുപോലെ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവർ എന്താ തോന്നുക, നമുക്കൊരു പാവം തോന്നിയിട്ട് അവരത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഓരോ ഇലക്ക് അവർ വാങ്ങിച്ചത് 20 രൂപയാണ്. നമ്മുടെ കയ്യിൽ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു 500 നോട്ടും എടുത്ത് ചില്ലറ ആക്കാൻ വേണ്ടി എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ടെമ്പിളിൻ്റെ അകത്ത് കയറി. അപ്പോഴാണ് മനസ്സിലായത് ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന്. ജീൻസ് പാൻസ് ഇതൊന്നും അകത്ത് അലൗഡ് അല്ല. നമ്മുടെ കൂടുതൽ 2 ഫ്രണ്ട്സാണ് തീരെ ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ ആരും അകത്ത് കയറിയില്ല. നമ്മൾ വാങ്ങിയ ആ ഫ്ലവർ അകത്ത് വെക്കേണ്ടതാണ് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് വേറെ ക്യൂവിൽ നിന്ന് വേറെ ആൾക്കത് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയും നമുക്ക് സങ്കടമായി. കാരണം നമുക്ക് അകത്ത് കയറി തൊഴാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുറത്ത് വന്നിട്ട്
ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആകാശത്ത് നോക്കിയപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഫുൾ മൂണാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ചന്ദ്രൻ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നേരം അതെന്നെ നോക്കി അഡ്മയർ ചെയ്തു പോയി. ശിവക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ഇതുപോലെ മഹാഗണപതി ടെമ്പിളും ഇതുപോലുള്ളൊരു രഥവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു രഥം തന്നെയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ ഒരു കടയിൽ കയറി. അവിടെ ഗിറ്റാർ പോലുള്ള പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെലങ്ക ഉണ്ടായിരുന്നു. എനിക്ക് ചെലങ്കേനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് ചെലങ്ക അണിയണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു കലാകാരി അവിടെ കോലം ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, വാങ്ങിച്ച് നമുക്കും ചെയ്യാന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെങ്ങാനും ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ആ റോഡ് മൊത്തം ഈ ഒരു വെള്ളപ്പൊടിനെ കൊണ്ട് അഭിഷേകം ചെയ്യേണ്ടി വരും കേട്ടോ. അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ക്യൂ കണ്ടേരം നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ആ ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് പിടിച്ചില്ലെങ്കിൽ അത്രയും നേരം ക്യൂ നിന്നത് വെറുതെ ആവില്ലേ. അതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ ദബ്ബന ശശിയിൽ വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ രാത്രി കിടക്കാൻ നേരം നമ്മൾ യൂനോ കളിച്ചു. അമ്പലത്തിന്റെ അടുത്ത് നിന്ന് ഓട്ടോ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ 5 പേരുള്ളതുകൊണ്ട് തന്നെ ആരും ഒരു ഓട്ടോയിൽ 5 പേരെ കയറ്റുന്നുണ്ടായിരുന്നില്ല. സമയം 9 മണി കഴിയുകയും ചെയ്തിരുന്നു. അങ്ങനെ ലാസ്റ്റ് പെട്ടുപോണ അവസ്ഥയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിരുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അടിപൊളി ഫുഡാണ്, നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കാൻ പോവാണ് ഗായ്സ്. എന്തെങ്കിലും നല്ല ദിവസമായ മതിയായിരുന്നു. ഇന്നാണ് ശരിക്കും നമ്മുടെ ട്രിപ്പൊക്കെ തുടങ്ങുന്നത്. ഈശ്വര കാത്തോളനെ. അങ്ങനെ 11 മണി ആവാറായി ഗൈസ്. നമ്മൾ 11 മണിക്കാണ് ഒരു ദിവസത്തെ ട്രിപ്പ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അറിയില്ല ഇന്ന് എല്ലാ ഡെസ്റ്റിനേഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ തന്നെ അറിയില്ല അല്ലേ. നമ്മൾ റെന്റിനെടുത്ത വണ്ടിയെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പറ എങ്ങനെയല്ലാണ് നമ്മൾ കയറുന്നത്? നമ്മൾ 5 പേരുള്ളതുകൊണ്ട് തന്നെ 3 വണ്ടി റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെൽമെറ്റ് നോക്കി അതിന് പ്രൈസ് ടാഗ് വരെ കളഞ്ഞിട്ടില്ല. അത്രയും പുതുപുത്തനായിരുന്നു. ഞാനാണ് അതിൻ്റെ പ്രൈസ് ടാഗ് വരെ കളഞ്ഞത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എണ്ണയൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് കേട്ടോ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യാന കേവ് ആണ്. അതാണ് ഏറ്റവും ദൂരെയുള്ള ഡെസ്റ്റിനേഷൻ. സോ നമുക്കത് രാവിലെ തന്നെ തീർക്കാമെന്ന് വെച്ചിട്ട് അവിടത്തേക്കാണ് രാവിലെ തന്നെ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ഉപ്പുപാടം കാണുന്നുണ്ടായിരുന്നു. റോഡിൻ്റെ ഇരുവശത്തും ഉപ്പുപാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തി. കുറേ പോകാനുണ്ട്. റോഡ് വളരെ നല്ലതായതുകൊണ്ടും വാഹനങ്ങൾ കുറവായതുകൊണ്ടും വളരെ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിനുള്ള എത്താൻ കഴിയൂ. പറയുന്ന പോലെ തന്നെ 11 മണിക്ക് ശേഷമാണല്ലോ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. യാന കേവ്സിലേക്ക് പോകുമ്പോൾ ഇതുപോലെ മെയിൻ റോഡിൽ നിന്ന് മാറി വനത്തിലൂടെ കുറച്ചധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരു 20 മിനിറ്റിൽ കൂടുതൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാകും. വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ആ ഒരു നട്ടുച്ച സമയത്ത് ഇത്രയധികം തണുപ്പ് പ്രതീക്ഷിച്ചേ ഇല്ല. നിവേദ്യ ഒറ്റക്കായിരുന്നു. എൻ്റെ കൂടെ മഞ്ജി ഉണ്ടായിരുന്നു, അമൃതേൻ്റെ കൂടെ കിച്ചു ഉണ്ടായിരുന്നു. നിവേദ്യ ഒറ്റക്കായതുകൊണ്ട് തന്നെ നമ്മൾ അവളെ നടുക്ക് നിർത്തിയിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം വേറെ വാഹനങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ ഇരുവശത്തും വനമായിരുന്നു. ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ എങ്കിലും ആരും പുറത്ത് കാണിക്കാതെ നമ്മളങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ മലകൾ കയറിയും ഇറങ്ങിയും ചെറിയ റോഡും വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എൻട്രൻസിലേക്ക്, യാന കേവ്സിൻ്റെ എൻട്രൻസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേവിൽ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ കുറച്ചധികം ആൾക്കാരെ കാണാനുണ്ട്. പാർക്കിങ്ങിലൊക്കെ കുറേ അധികം വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ വരുമ്പോൾ തീരെ വാഹനങ്ങളൊന്നും കണ്ടില്ലല്ലോ. അവിടെ നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ അവിടുന്ന് നമ്മൾ പേരക്ക മസാലയിലൊക്കെ തേച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മേലേക്ക് കയറാൻ ആരംഭിച്ചത്. എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ യാന കേവ്സിനെ പറ്റിയുള്ള പുരാണ കഥകളും മിത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. അങ്ങനെ കുറേ നേരം ഈ ചരൽ വഴിയിലൂടെ കയറ്റം കയറി പിന്നെ നമ്മുടെ മുന്നിൽ ഇതുപോലുള്ള സ്റ്റെപ്സ് ആണ് കാണുന്നത്. ഇനി ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മേലെ എത്താൻ വേണ്ടിയിട്ട്. 100-ൽ കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ എല്ലായിടത്തും ഓരോ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് കാണാം. ഇവിടെ മഹാഗണപതി ടെമ്പിൾ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അവിടെ മഹാഗണപതിനെ ആയിരിക്കും പൂജിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ യാന കേവ് ഉൾപ്പെടുന്ന ആ ഒരു നെടുകൂറ്റൻ പാറ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വാട്ടർ കേവ്.
ആ റോക്കിന്റെ ഷേപ്പ് നോക്കറ. വീട് നമുക്ക് കുഴപ്പത്തല്ലോ. നമ്മളിപ്പോ ആരും ഇറങ്ങാത്ത ഒരു സ്ഥലത്തൂടെയാണ് ഇറങ്ങുന്നത്. എല്ലാരും പോയിനു, പക്ഷെ നമ്മളെ കൂടെ വന്നവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ബാക്കില് വന്നത് മണ്ടത്തി. എടാ ആടെ എന്നാ പുലി വരുന്ന സ്ഥലാ. ആയിരിക്കില്ല, ഉള്ളിലോട്ട് ഇറങ്ങാനുണ്ടാവുമായിരിക്കും. അങ്ങോട്ട് ഇറങ്ങണേ. ഇത് ശരിക്കും ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ. സത്യം മഞ്ഞുമൽ ബോയ്സ്. എടാ ഇത് പിടിച്ച ഞാൻ അങ്ങോട്ട് പോട്ടെ. എടാ പിടിച്ച ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നെ കാണിക്കണേ, എന്നെ കാണിക്കണേ മഞ്ജി. അങ്ങോട്ടെല്ലാം നോക്കാം. ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേവിൽ പോകുന്നത് തന്നെ. അത് ഇത്രയ്ക്ക് മനോഹരമാകുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോഴും ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. അതുവഴി പോകുന്ന വഴി നമ്മൾ ഈ യാന കേവിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ യാന കേവ് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ ഇവിടെ അധികം ആരും വന്നിട്ട് കാണുന്നില്ല. പിന്നെ നമ്മൾ 5 ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ വന്നിട്ട് തന്നെ ഇത് കാണണം. എൻ്റെ മേലെ കണ്ടില്ലേ എത്ര ഉയരത്തിലാണ് നമ്മുടെ മറ്റേ ചെങ്കുത്തായ ഒരു ഷേപ്പിലാണ് ഈ റോക്ക് വരുന്നത് കേട്ടാ. ഒറ്റ റോക്കാണെന്നാ തോന്നുന്നത് കാണുമ്പോൾ. കടയെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ തറ പുട്ടല്ലേ അല്ല വീഡിയോ അങ്ങാനിട്ട് ഹലോ ഗൈസ്, നമ്മളിനിയും പിന്നെ കേവിൻ്റെ ഉള്ളിൽ എത്തിയിട്ടില്ല. നമ്മളിതിപ്പോൾ ഒരു ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് എവിടെയോ പോയിട്ടുണ്ട് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി. കുറച്ച് വെള്ളം കിട്ടും നോക്കാം. വെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് കയറാം. ആൾക്കാർ കയറുന്ന കാണാൻ പറ്റും. അയ്യാ ഇതെന്തോ ഒരു ശർക്കര വെള്ളാന്നാ തോന്നുന്നത്. ഇതിനെന്തോ പാന വെള്ളം അങ്ങനെ എന്തോ പറയുന്ന നിവേദ്യം അറിയുന്നുണ്ട്. അല്ലേ നമ്മള് ദാഹിച്ചു കഴിഞ്ഞാൽ ഏത് വെള്ളം ഒന്നും നോക്കാൻ പാടില്ല, അങ്ങനെ കുടിക്കുക. കിച്ചു കുടിക്കുന്നില്ല, അവക്കെന്തോ ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ മൊത്തം കുടിക്കുന്നില്ല കേസ്. ചിലപ്പോ സംഭവം എന്താണെന്ന് അറിയില്ല ഗൈസ്. നമ്മളോട് ഇവിടെ ചെരുപ്പ് അയച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് പക്ഷെ ടെമ്പിളിലേക്ക് പോകണമെന്നൊന്നും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ കയറിയതിന് ശേഷം തോന്നുന്നു നമ്മള് പിന്നെ കേവിലേക്ക് പ്രവേശിക്കുക. അറിയില്ല, അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ല. നമുക്ക് ഇവിടെ ചെരുപ്പ് അയച്ചു നോക്കാം. എന്ത് ചെരുപ്പ് അയച്ചിട്ട് നല്ല രസാന്നാ പറയുന്നത് നിവേദ്യ. അല്ല നല്ലതാണ്, കാലിന്റെ എന്താ പറയാ വെയിൻസിനെല്ലാം കുറച്ചും കൂടെ ആക്ടിവേറ്റ് ആവും. പക്ഷെ എന്താന്നറിയാ പ്രശ്നം, കാലിന് തയമ്പില്ലാണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കേറി അങ്ങ് തുളച്ച് കേറും. അട്ടയുണ്ടായി കടിക്കും. അട്ട ഉണ്ടാവില്ല, അതുകൊണ്ടാണല്ലേ ഇവര് ചെരുപ്പ് അയച്ചു നോക്കണമെന്ന് പറഞ്ഞത്. ആ എനക്ക് അതാ ഒരു ചെറിയൊരു സീനുണ്ട്. എടാ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാ പോരെ നമുക്ക്. നമ്മള് ശരിക്കും പറഞ്ഞത് നമ്മള് തലേന്റെ മേലെ വരെ നോക്കിയാ നമ്മള് കേവിന്റെ അടുത്ത് എത്താറായി. ആൾക്കാരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ഒന്നാമത് നമ്മൾ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നു. എത്ര 56 കിലോമീറ്ററാ അത്ര ഒറ്റക്ക് റൈഡ് ചെയ്തിട്ട് വന്നു. ഇവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് കയറും. കാണിച്ചത് ഭയങ്കര സ്മെല്ല്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് പോയി നോക്കട്ടെ. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം പോയി നോക്കാം. ഒറ്റ
ഓം നമ ശിവായ. കളഞ്ഞി കുറച്ച് ചരിത്രപുരാതനമായ ഗുഹയുടെ ഇടവഴികളിലൂടെ ഞാൻ എന്റെ കൂട്ടുകാരുടെ കൈവരിച്ചതാണ്. മാത്രം കണ്ടിരുന്ന പ്രത്യേകത ഇവിടുത്തെ നാറ്റമാണ് പക്ഷെ സഹിക്കാൻ കഴിയാത്തത്. ഗുഹയ്ക്കകത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു, വവ്വാലിൻ്റെയും മറ്റും കാഷ്ടത്തിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ വവ്വാലിൻ്റെ കരച്ചിലുകളും പറക്കുമ്പോഴുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കേൾക്കാൻ പറ്റും. സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങി കേവിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയതാ ആ ഗുഹയുടെ വലിപ്പവും ഭീകരതയും ഒരിക്കൽ കൂടി ഒന്ന് ആസ്വദിക്കാൻ. ഒറ്റ ഫ്രെയിമിൽ കുറെ മങ്കികൾ. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ക്ഷേത്ര കവാടം കണ്ടിരുന്നില്ലേ? അതിനകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. നന്നായി ഒന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ നെറ്റിയിൽ കുറിയൊക്കെ കണ്ടില്ലേ? നമ്മൾ നടന്നു കയറിയ വഴിയൊക്കെ തിരിച്ചിറങ്ങി. ഇറക്കം കുറച്ചുകൂടി വേഗത്തിലായിരുന്നു, കാരണം ഇറങ്ങി വരുന്നതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായില്ല. ഈ കടയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ മഞ്ചിക്ക് എൻ്റെ വണ്ടിയുടെ ചാർജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണിപ്പോൾ. യാന കേവ്സ് ഒന്നും അതുപോലെ വനത്തിലൂടെയുള്ള യാത്രകൾക്കിടയിലും നമുക്ക് ആർക്കും റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വനത്തുനിന്ന് പറപ്പിച്ചു വിട്ടിട്ടാണ് പുറത്തേക്ക് എത്തിയത്. അതിനുശേഷം എൻ്റെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു, അതുപോലെ വീട്ടുകാരെയും വിളിച്ചതിന് ശേഷമാണ് ഞാൻ മഞ്ചിക്ക് ഡ്രൈവിംഗ് സീറ്റ് വിട്ടുകൊടുത്തത്. നമ്മൾ യാന കേവ്സ് ഒക്കെ കഴിഞ്ഞ് ആ വനത്തുനിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തന്നെ 4 മണി കഴിഞ്ഞിരുന്നു. ഞാനൊരു 4:20 4:15 ആകുമ്പോഴാണെന്ന് തോന്നുന്നു എല്ലാവരെയും വിളിച്ചത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ സൂര്യൻ അസ്തമിക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിനി നേരെ മിർജാൻ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മളിവിടെ മിർജാൻ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ക്ലോസിംഗ് ടൈം 5:45 ആണ്. മിർജാൻ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഫോർട്ടിൽ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 5 മണി. ഫോൺ എടുക്കാൻ മറന്നു ഗൈസ്. നിവേദിക്ക് ഇത് സ്ഥിരം പരിപാടിയാണ് ഗൈസ്. അവള് ഫോൺ എടുത്തില്ലാണ്ട് വീണ്ടും പോയിട്ടുണ്ട്. അതെ, ഫോർട്ടിലേക്ക് കുറച്ച് സ്റ്റെപ്പ് വഴി മേലേക്ക് കയറിയിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ഈ ഒരു ചെറിയ സ്പേസിൽ താഴേക്ക് ഇറങ്ങി പോകുന്ന തരത്തിലുള്ള സ്റ്റെപ്പുകളും ഒരു വഴിയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. കുംതയിൽ നിന്ന് 11 കിലോമീറ്ററും ഗോകർണയിൽ നിന്ന് 22 കിലോമീറ്ററുമാണ് മിർജാൻ ഫോർട്ടിലേക്കുള്ള ദൂരം. 16-ാം നൂറ്റാണ്ടിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ടയ്ക്കകത്ത് വലിയ ആഴത്തിലുള്ള കിണറുകളും തുരങ്കങ്ങളും ഉണ്ട്. എൻട്രൻസ് ഫീ ഇല്ലാതെ തന്നെ നമുക്ക് കോട്ട സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും അമ്പലം. കുറച്ച് സമാധാനിക്കാം. മാടായിപ്പാറ പോലത്തെ സ്ഥലം. മാടായിപ്പാറ കണ്ട നമുക്കിത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നൂല. പക്ഷെ ഇവിടുത്തെ ഈ കോട്ട അത് കൊള്ളാം. ഇവിടെ ടിക്കറ്റ് വേണ്ട കേട്ടോ, ടിക്കറ്റ് വേണ്ട, സമാധാനമുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. ഇതൊരു വലിയ കിണർ ഗൈസ്. അമ്മേ പോയേനെ ഞാൻ താഴേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിണർ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിണർ തന്നെയാണ്. നല്ല ആഴമുണ്ട്, നല്ല വെള്ളവും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു തരം പൂ തന്നെയായത്. പക്ഷേ ഇതിൻ്റെ കളറ് നല്ല വ്യത്യാസമുണ്ട്. ഒരു പേർപ്പിൾ പിങ്ക് കളറ്. ഒരു കിണറുണ്ട്. ഇത് കുറച്ച് ചെറിയ കിണറാണ്, ചെറിയ. അങ്ങനെ നമ്മൾ
നമ്മൾ ആ കോട്ട കുറേ നേരം നടന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയത്. ഞാൻ ഒരിക്കൽ കൂടി ആ കോട്ടയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, കാരണം ഇനി എപ്പോഴാണ് ഇവിടെയൊക്കെ ഒന്ന് വരാൻ പറ്റാന്നൊന്നും അറിയില്ല. അങ്ങനെ ഇന്നത്തെ ഡേ തീരാറായി. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സർവീസ് തന്നെയായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫിഷ് താല്, ഫിഷ് ഫ്രൈ, പിന്നെന്തായിരുന്നു ചിക്കൻ കബാബ്, ചില്ലി ചിക്കൻ, പൊറോട്ട, ചപ്പാത്തിയും വാങ്ങിച്ചു തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഉച്ചക്കും വലുതായിട്ടൊന്നും കഴിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓ, ഒന്നും കൂടി ഓഫാക്കാൻ പറ്റുമോ? വീഡിയോ എടുത്തില്ല. ഒന്നും കൂടി ഓഫാക്കാൻ പറ്റുമോ? വേണ്ട, എണി നിർത്തണ്ട. എന്നെ നിർത്തണ്ട, ചെലപ്പോ ആവൂല. എന്റെ വണ്ടി അങ്ങനെ ഉണ്ടാവല്, നിർത്തിയ സീനാണ്. ഇല്ല ഇല്ല, സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. വീഡിയോ സ്റ്റാർട്ട് ആക്കാന്ന് പറഞ്ഞേലു. അതെ, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ല. ആ, പോയി. അപ്പൊ വീഡിയോയിൽ ഇനിയും കിട്ടും. നമ്മുടെ വണ്ടി ഇങ്ങനെ റെന്റിനെടുത്ത വണ്ടി എന്താന്നറിയില്ല, ഓൺ ആവുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ നമ്മുടെ ശക്തിമാൻ നിവേദ്യ കഴിച്ചതെല്ലാം ഇവിടെ. ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചോടാണ്. അപ്പൊ അതെല്ലാം ഇവിടെ തന്നെ നമ്മള് ബേൺ ചെയ്ത് കളയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓഫാക്കണ്ടാന്ന്, കാരണം എനിക്കറിയാം എന്റെ വണ്ടി ഇങ്ങനെ ആവലുണ്ട്. ബാറ്ററി ഇറങ്ങിയതായിരിക്കും എനിക്ക് തോന്നുന്നു. ബാറ്ററി ഇത് ചാർജ് ഇറങ്ങിയതായിരിക്കും. അതാണ് ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ആവാണ്ടിരുന്നെ. ഓൺ ഉണ്ടായി, ഇനി ഓൺ വർക്ക് ആവലുണ്ടാ? ഉണ്ടാവുന്നുണ്ടായിരുന്നു. എന്നാ അതാ പറഞ്ഞ ചാർജ് ഇറങ്ങിയതാന്ന്. ഇനി ഇത് ചാർജ് ചെയ്യേണ്ടി വരും. അത് ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോ ഓം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സമയം എനിക്ക് തോന്നുന്നു എത്രയായി, ഇത് 8:30 ആയി തോന്നുന്നു. വാച്ച് കാണുന്നില്ല. നമ്മള് ഏകദേശം എത്താറായി. ഇവിടുത്തെ വഴിയിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതാണ് ഭയങ്കര ഒരു സീൻ. മേലെ നല്ല വ്യൂ ഉണ്ട്, പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗൈസ്, നമ്മളിപ്പോ ഇവിടെ ഓം ബീച്ചിലാണ് എത്തിയത്. പക്ഷെ ഓം ബീച്ചിൽ സമയമില്ല സമയത്ത് വന്നുകൊണ്ട് തന്നെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ ഓം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന റെസ്റ്റോറൻറ്റിലെ ആ ഒരു ഓണർ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നുകൊണ്ടാണ് നമ്മളെ വണ്ടി ശരിയായത്. പിന്നെ നമ്മൾ നേരെ ഓം ബീച്ചിലേക്ക് ഡ്രൈവ് ചെയ്ത് വരികയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കടകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഒന്നും പ്രത്യേകിച്ച് കാണാനും ഇല്ലായിരുന്നു. അവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരു 7:30-7:45 ആയോന്ന് തന്നെ സംശയമാണ്. പക്ഷെ എങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കടകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ മഹാബലേശ്വർ ടെമ്പിളിൽ വീണ്ടും വന്ന് ഇവിടെ വേണമെങ്കിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ ആക്കുമ്പോഴാണ് വളരെ എന്താ പറയുക യാദൃശ്ചികമായിട്ട് ഇതുപോലുള്ളൊരു കാഴ്ച കാണുന്നത്. ഇന്നലെ നമ്മൾ മഹാബലേശ്വര ടെമ്പിളിലേക്ക് പോയായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെ അകത്ത് കയറാൻ പറ്റിയില്ല, കാരണം നമ്മളെ വേഷവിധാനം കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ആ രഥോത്സവത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെ, ഓന് കൊടുത്തേനു, ഓനോട് പറയണേ. ഇതും കൊള്ളാം. അങ്ങനെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇറങ്ങി നടക്കുമ്പോഴാണ് ഇതുപോലുള്ളൊരു പുണ്യപുരാതനമായിട്ടുള്ള രഥം കണ്ടത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ചിലപ്പം പഴയ കാലത്തെ രഥം. ഇവിടെ അത്തർ കണ്ടപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും അത്തർ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. ഞാൻ വലിയ അത്തറിൻ്റെ ഫാനല്ല. എനിക്കങ്ങനെ ഇങ്ങനെ കടും മണമൊന്നും അത്ര ഇഷ്ടമുള്ള ആളല്ല ഞാൻ. ഷോപ്പിങ്ങിന് വേണ്ടിട്ട് വന്നേക്കുന്നത്. അപ്പൊ കൊറേ അത്തറുന്നുണ്ട് പറയാം. അത്ര അവിടെ ഒക്കെയാണ്. എനിക്കെന്താന്ന് അറിയില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. സ്മെല്ലൊന്നും പിടിക്കുന്നില്ല. ഇതെന്തെങ്കിലും വാങ്ങുമെന്നൊന്നും എനിക്കറിയില്ല. വാങ്ങുന്നുണ്ടാ നല്ലത്. കഥയിൽ ചോദ്യമില്ല. ഇതെടുത്തു, തേർഡൊന്നും എടുത്തില്ല. എന്റെ ഒരു നിഗമനത്തില് തേർഡ് ആ വൈറ്റ് ആയിരുന്നു.
take this one and that one. What is the third one? Third one is the strawberry. That red flavor. Akina. I have that little bit. Not the. നമ്മൾ അന്നത്തെ നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടായിരുന്നു റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് തന്നെ വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ ഓട്ടോനെയൊന്നും കാത്തുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ നമുക്ക് ബീച്ചിലൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ഉറങ്ങി എണീച്ചാട് നമ്മൾ ബീച്ചിൽ പോയി. റെഡി ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ ഇതിൻ്റെ മേലെ ഒരു സ്ട്രങ്കിങ് കൂടി എടുത്തിട്ടിട്ടുണ്ട്. ബീച്ച് സൈഡ് പോകുമ്പോൾ മാത്രം ശ്രമില്ലാതെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, സ്ത്രീ ആയതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇവിടുന്നാണ് കഴിച്ചത്. നമ്മൾ ആദ്യത്തെ ദിവസം വന്ന തവണ തന്നെ ഇവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കഴിച്ചതേ ഇല്ല. പക്ഷെ ഇന്ന് കഴിച്ചു. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. നമ്മൾ ഓട്ടോയിൽ കയറി കഴിച്ചു. നമ്മളിപ്പോൾ ഹോം ബീച്ചിലേക്ക് പോവാണ്. അതെ, ഹോം ബീച്ചിൽ നമ്മൾ ഇന്നലെ നൈറ്റ് പോയി. പക്ഷെ അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നുമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അഭിപ്രായം മാനിച്ച് പകൽ തന്നെ പോകാൻ. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പെൺകുട്ടികളോന്ന് എനിക്കറിയില്ല. പക്ഷെ ഹോം ബീച്ച് എന്തായാലും അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അന്നേരം പോയ സമയത്ത് അറിയില്ല. നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ മേലെ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ആർട്ടിഫിഷ്യൽ വേണ്ടേ, ഇപ്പം പാടിയാൽ തന്നെ മതി. അവളെ കളിത്തോഴി താരകൾ ചൊല്ലണ പൊന്നിരത്തൊരു പെണ്ണാട് നല്ല മലരായി കോടിയെടുത്തൊരു പേടനിലവാട് ശ്രുതിയാണ് ഇവളെ കളിത്തോഴി. ഓ അഴകാ കളിത്തോഴി. നമ്മളെന്നെ പാടി വൈബ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ പാടാം അല്ലെ. നമ്മളിപ്പോ ഓട്ടോയിലാണ് ഇല്ലേ, പാടാം. ഓക്കെ എനിക്കറിയില്ല. ഹര 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 ശങ്കര ശിവ 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 ശങ്കര നായക മോദയമയ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര നായക മോദയമയ. ഹര 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 ശങ്കര ശിവ 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 ശങ്കര മോദയമയ. നമ്മളിപ്പോ എവിടെയാ എത്തിയത്? ഓം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞ സൂപ്പർ പാട്ട്. ഞാൻ പറഞ്ഞു നമ്മള് വലിയ സ്റ്റാർ സിംഗർ അല്ലെ പരിപാടി നടത്തുന്ന ആൾക്കാരാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നായിരുന്നു. പക്ഷെ ഭയങ്കര പേടിപ്പെടുത്തുന്ന പോലെ. അതായത് നമ്മുടെ ഈ നേച്ചർ എന്ന് പറയുന്നൊരു സംഭവം
നമ്മൾ നേരത്തെ വന്ന അതേ ബ്യൂട്ടി തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. ഞാൻ ഈ ഡയലോഗ് ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഇവരെന്നെ തെറി വിളിച്ചു ഗൈസ്. അപ്പം ഞാൻ ഒരു ഫാക്റ്റ് പറഞ്ഞത്, പക്ഷെ ഇവർക്ക് അത് ഭയങ്കര എന്തോ പേടിയായിപ്പോയി. പിന്നെ ഞാൻ മിണ്ടാണ്ടുണ്ട്. പിന്നെ ഇവരാണ് വണ്ടി ഓടിച്ചത്, ഞാനല്ല ഇന്നലെ രാത്രി വണ്ടി ഓടിച്ചത്. അപ്പോൾ പിന്നെ വെറുതെ അവരെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു 2 വർഷത്തിന് മുന്നേ ഇവിടുന്ന് ആവാമൃത് രാവിലെ കുറേ ശംഖ് പെറുക്കിയായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് എത്രയോ 500-600 ഉറുപ്പ്യെല്ലാം കൊടുത്തിട്ട് വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അറിയില്ല വാങ്ങും അമൃത വാങ്ങും. അമൃതക്ക് ഈഗോ ക്ലേശ് ആയോള് വാങ്ങും. വാങ്ങ ഇന്നലെ രാത്രി നമ്മൾ ഇതിലൂടെ എല്ലാം നടന്നായിരുന്നു. ഭയങ്കര പേടിച്ചിട്ട് നടന്ന, ഒരു ലൈറ്റ് വരെയില്ല. പക്ഷെ ഇന്ന് നോക്കി ഇവിടെ ഹാൻഡ് മെയ്ഡ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഷെല്ലിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. നല്ല രസം ഇതാക്കണ്ടില്ലേ. ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഇതുപോലെ ശംഖ് വെച്ചിട്ടുള്ള പലതരം കീ ചെയിനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെ കിട്ടണമെങ്കിൽ ജസ്റ്റ് കയറി നോക്കി മെനുകാർഡ് നോക്കി നോക്കാം. നല്ല അതന്നെ അതിനകത്ത് ഉണ്ടാവില്ലേ. ജ്യൂസസ് ലസ്സി, മാംഗോ ലസ്സി 160, ഫ്രൂട്ട് ജ്യൂസ് 100 സമയം ഇപ്പോൾ 2 മണിയായി. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ നമസ്തേ കഫേയിലാണ് വന്നത്. ഗോകർണയിൽ ഫേമസ് കഫേയാണ് ഈ നമസ്തേ എന്ന് പറയുന്നത്. നല്ല പൈസയാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ പിന്നെ പൈസ പോകുന്നതേ നമ്മളറിയില്ല. നമ്മൾ ഇതുപോലത്തെ എന്തോ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെയാണ് കുടിച്ചത്, പക്ഷേ എല്ലാത്തിൻ്റെ പേര് വരെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് കൂടി ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. ബൈ ബൈ ഓം ബീച്ച്, ബൈ ബൈ. ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. അതന്നെ ഗോകർണയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നില്ലേ, നിങ്ങൾ ഒരിക്കലും ഓട്ടോ പിടിക്കരുത്. നമ്മള് ഇവര് കുറച്ച് മര്യാദക്ക് പറയുമ്പോൾ നമുക്ക് മര്യാദ മനസ്സിലാവും. മര്യാദ ഇവര് പക്ഷെ നേരെ ഭയങ്കര അവർക്ക് അറിയാം നമുക്ക് വേറെ വഴിയൊന്നുമില്ല. കാരണം ഈ ഒരു ഗോകർണ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ഒരു ഉള്ളോട്ടുള്ള സ്ഥലമാണ്. ഒരു പ്രാന്തപ്രദേശത്തൂടെ ഞാൻ തുടങ്ങി പ്രാന്തപ്രദേശം. അപ്പൊ ഗാഡി നെഹി നിൽക്കോ ഹംകോന്ന് ശരിക്കും തിരിയും അല്ലേ, നല്ല തിരിയും. അതിനാൽ അവർ ഇവിടെ ലോക്കൽ കിടയാതെ അല്ലേ, പക്ഷെ അവർക്ക് പൈസ നെയ്യേ. അപ്പൊ നമ്മളെ 2 ഫ്രണ്ട്സ് ആ ഓട്ടോയില് പോകുന്നുണ്ട്. ദൂസറ ഓട്ടോമേ. പക്ഷെ ഇതുവരെ ഒരാളും നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അത് എനിക്ക് അങ്ങനെ പറയാത്തോണ്ടാ. ഞാൻ ആദ്യം ഗോകർണയിൽ വന്ന സമയത്തില്ലേ, നിങ്ങളിപ്പോ ഓരോ കടയിൽ കയറുന്നില്ലേ, അവർക്ക് വരെ നമ്മളോട് പുച്ഛായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കയറി ഒരു കടക്കാർ പുച്ഛിച്ചില്ല. അതാ നമുക്ക് വല്ലാതെ ഇതായി പോയത്. പക്ഷെ ഈ പുച്ഛ ഞാൻ അന്നേരം അനുഭവിച്ചുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ഇതുവരെ ഇല്ലാത്തോണ്ടാണ്. അങ്ങനത്തെ ആളെ എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ ആൾ ഇന്ന് ഉണ്ടായിട്ടില്ല. ചിരിച്ചോണ്ട് മര്യാദക്കല്ലേ പറയുന്നത്. അപ്പൊ അത് കേൾക്കാറില്ലേ ഇവരപ്പോ ഇയാളാണ് ഉണ്ടായിനാടാ. ഇയാള് പക്ഷെ ബാക്കിലേ വന്നിട്ട് പറഞ്ഞു, ആരെന്നറിയാ ഈ ഓടിക്കുന്ന ഓട്ടോറിക്ഷ വാല. ഓക്കെ ശരി. അതിന് നമ്പറൊന്നും കാണിക്കുന്നില്ലല്ലോ നമ്മൾ ഓട്ടോ. ഇത് ഇവരെ ഉപജീവന മാർഗം നമുക്കറിയാം. പക്ഷെ ഇവരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഇഷ്ടപ്പെടാണ്ടുള്ളൂ. രണ്ടാമത് അവര് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് പോകുന്ന ഓട്ടത്തെ ചങ്ങായി അവര് പറഞ്ഞു പറഞ്ഞു. അല്ല ഈ വ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മളിപ്പം ഫസ്റ്റ് ഒരു ഓട്ടോയിൽ കയറിയെടുത്ത് നമ്മള് പാട്ട് പാടി നല്ല സൂപ്പർ ആക്കിയിട്ടാ വന്നത്.
നമ്മൾ കലബിൽ വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടോക്കാരനോട് നമ്മളൊന്ന് ചിരിച്ചും കൂടിയില്ല, നേരെ പൈസ കൊടുത്ത് അങ്ങനെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ മുരുടേശ്വർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസ് വെയിറ്റിംഗ് റൂം അവിടത്തേക്ക് വന്നിട്ടാണ് ഉള്ളത്. നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് നമ്മൾ ക്ലോക്ക് റൂം പരിധി പോവാണ്. നമ്മുടെ ലഗേജൊക്കെ എവിടെയെങ്കിലും വെക്കാൻ. അതിന് ശേഷമാണ് നമ്മൾ മുരുടേശ്വരത്ത് പോകുന്നത്. ഇവിടെ വെയിറ്റിംഗ് റൂം കാണുന്നുണ്ട്. എടാ ഈ വെയിറ്റിംഗ് റൂം, എടാ അങ്ങോട്ട് നോക്കിയേ, സൂര്യൻ. നമ്മളിപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു, ക്ലോക്ക് റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുന്ന് ബസ് കയറിയിട്ടാണ് ഓട്ടോ ആക്കാൻ തോന്നുന്നു അല്ലേ? 60 രൂപ 70 രൂപയാണ് കൊടുത്താൽ ഓട്ടോയിൽ അവിടെ ഇറക്കി തരുന്ന പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് സൂര്യനെ കിട്ടുന്നുണ്ട് അങ്ങ് ദൂരെ. ആ റെഡ് കളറിലുള്ളത് സൂര്യനാണ്. ഇനി തുറക്കൂല, ഇനി വരൂല. ഇത്ര വരെ എല്ലാവരും നല്ലോണം സംസാരിച്ചോണ്ട് മുരുടേശ്വരം നമ്മൾ ലാസ്റ്റ് എടുത്തൊരു പ്ലാൻ ആയിരുന്നു അല്ലേ? അതെ അല്ല, ആദ്യം മുതലേ ഉള്ളൊരു ആദ്യം നമ്മളെ ട്രെയിനിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത് കണ്ടു. അതിന്റെ ആ മറ്റേ വലിയൊരു വരുമ്പോ നമ്മൾ മുരുടേശ്വരം മുരുടേശ്വരം ഇത് കണ്ടു. എടാ ഇതാ കവാടം നമ്മൾ നേരത്തെ കണ്ടു, വരുമ്പോ കണ്ടു. ഇതാണ് കവാടം. പക്ഷേ കവാടം മാത്രല്ല ശിവന്റെ ആ വലിയ പ്രതിമ നമ്മളുണ്ട്. സൂര്യനെ കാണുന്നുണ്ട്. സൺസെറ്റിംഗ് കാണുന്നുണ്ട്. എന്താ പറയാ, ആത്മീയ മാത്രല്ല നമുക്ക് ഭയങ്കര നമ്മുടെ ട്രിപ്പിൽ നമ്മൾ വിചാരിച്ചതെല്ലാം നടന്നിട്ടുണ്ട്. സമാധാനത്തിൽ പറ. എന്റെ ഇവര് കസ്റ്റമേഴ്സ് ആദ്യം നമുക്ക് കിട്ടിയില്ലെങ്കിലും അതെ സൺസെറ്റ് ഇപ്പൊ നമ്മള് കാണുന്നുണ്ട്. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മുരുടേശ്വരത്ത് പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ട്രെയിനിൽ വരുന്ന സമയത്ത് ഈ വ്ളോഗ് നിങ്ങൾക്കറിയാം ഫസ്റ്റ് തുടങ്ങുന്നത് മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ കണ്ടു ആ ശിവൻ്റെ ആ ഒരു പ്രതിമ കണ്ടപ്പോൾ തൊട്ട് ഇവിടെ വരണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ഏറ്റവും ലാസ്റ്റത്തെ ഡേ ഇവിടെ മുരുടേശ്വരത്ത് വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്നതാണ്. തൊട്ട് മുന്നേ കണ്ടതുപോലെ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമുണ്ട്. നമ്മൾ ആദ്യം ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ അവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് നിന്നത്. 18 നിലകളാണുള്ളത്. നമ്മളങ്ങനെ ചെരുപ്പൊക്കെ ഒരിടത്ത് അഴിച്ചു വെച്ച് മേലേക്ക് നടക്കുവാണ്. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ഇത് വിചാരിച്ചേ ഇല്ല, ലാസ്റ്റ് പ്ലാനിങ് ആണല്ലോ ഇവിടെ വരാമെന്നൊക്കെ ഉള്ളത്. എന്തോ ഒരു ഭാഗ്യം പോലെ. കാരണം നമ്മൾ സൺസെറ്റ് ഇന്ന് കണ്ടു. ആദ്യത്തെ ദിവസം നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് കണ്ടു. നമ്മളങ്ങനെ അടുത്തടുത്ത് ആൾക്കാർ ഇത് സ്റ്റെപ്പ് വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ മേലെ എന്നാ കാണാനില്ലെന്ന് അറിയില്ല. ചിലപ്പോൾ വ്യൂ ആയിരിക്കും, കടലായിരിക്കും തോന്നുന്നു. അറിയില്ല. ഞമ്മടുത്ത് വീഡിയോ എടുത്തോണ്ട് ഇതിന്റെ നമ്മൾ ഇവിടെ ഈ കമ്പി കിട്ടുന്നു. പക്ഷെ നമുക്ക് ഫുൾ ഭാഗ്യം തന്നെ. ഇന്നത്തെ ഇവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് അറിയൊന്നുമില്ല ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് എന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ നേരെ ഒരു ഗുഹയിലേക്കാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഗുഹയാണെന്ന് തോന്നുന്നു. ഈ ഒരു മുരുടേശ്വരത്തിൻ്റെ കഥയും ഗോകർണയുടെ ചരിത്രമൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഗുഹ. നല്ല അടിപൊളിയായിരുന്നു. അവിടെ സൗണ്ടിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് കഥയൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞൊക്കെ തരും. നല്ല കൂളിംഗ് ആയിരുന്നു അതിനകത്ത്. മഞ്ജു ഇതിന് മുന്നേ മുരുടേശ്വരത്ത് വന്നുകൊണ്ട് തന്നെ അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അവളാണ് പറഞ്ഞത് അവിടെ ഭയങ്കര ഷോപ്പിംഗ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ ഇതുപോലുള്ള ഒരു ശില്പത്തിൻ്റെ അടിയിൽ ഒരു കേവ് പോലത്തെ ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെ അവളാണ് പറഞ്ഞു തന്നത്.
നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോ ഇതല്ല, ഇതിൻ്റെ മുന്നത്തെ ആണെങ്കിലും കുഴപ്പമില്ല, ഇതും ഭംഗിയൊക്കെ ഉണ്ട്. നമുക്ക് തീരെ സമയമില്ലായിരുന്നു, കാരണം വേറൊരു ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് മറ്റൊരു സ്റ്റേഷനിൽ എത്താൻ വേണ്ടി. അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കുള്ള ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇതൊക്കെ ഒന്ന് നടന്ന് കാണാനുള്ള ടൈമേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരണം എന്നൊരു തോന്നലുണ്ടായി നമുക്ക് എല്ലാവർക്കും. കാരണം ഓം ബീച്ചിൽ അത്രയും നേരം സമയം ചിലവഴിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാൻ നമ്മൾ കുറച്ചധികം നേരം ഇരുന്നിരുന്നു നമസ്തേ കഫേയിൽ. അത് അത്രയും വേണ്ടിയിരുന്നില്ല, ഇവിടെ വന്നിട്ടാവാമായിരുന്നു എന്നൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി. കാരണം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ അനിയത്തിക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഓട്ടോ പിടിച്ചിട്ട് എത്തി. ഇവിടുന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ വണ്ടി വരാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിറങ്ങിയ വണ്ടിയാണ് ഇവിടെ കാണുന്നത്. വണ്ടി ഇപ്പോൾ സ്റ്റേഷൻ വിടാറായിട്ടുണ്ട്. ഞാൻ വെറുതെ അതൊന്ന് ഫിലിം ചെയ്തു എന്ന് മാത്രം. ബഡ്കലിൽ വന്നിട്ട് ഇറങ്ങി. ഇവിടുന്നാണ് നമുക്ക് കണ്ണൂരേക്ക് ട്രെയിൻ ഉള്ളത്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാം. ട്രെയിൻ 9:40 എങ്ങാനുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഉച്ചക്കൊരു ഷെയ്ക്കും മറ്റു സംഭവങ്ങളൊക്കെ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് വേണോ? പിന്നെ ആയിക്കോട്ടെ. എന്തായാലും കുഴപ്പമില്ല. ഓഫറുള്ള അമ്മേ സൊമാറ്റോ അങ്ങനെ നമ്മളെ ഫുഡ് എത്തി. നമ്മൾ ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ചപ്പോഴത്തേക്കും ഒരു പട്ടി വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പട്ടി വന്ന് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് സോസ് ഒന്നുമില്ലേ? ഒന്നുകൂടി ഇഷ്ടമുള്ള സോസ് ഇതിൻ്റെ അകത്ത് സോസില്ലേ ഇങ്ങനെ വെക്കണ്ട കേട്ടോ, ഇഷ്ടമല്ല. അല്ല ഞാൻ ഇത് തിന്നോളാം. അതെന്താ അവസ്ഥ? ട്രെയിൻ തരാൻ പോകും പറഞ്ഞു. നമ്മളെ ട്രിപ്പ് എൻഡ് ചെയ്യാണ് ഗൈസ്. അതെ, ഇപ്പൊ പറയാം നമ്മളെ ട്രിപ്പ് എൻഡ് ചെയ്യണത്. അതെ 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 അതെ. ഇനി ഓരോരുത്തരും പറയും നമ്മളെ ട്രിപ്പ് എൻഡ് ചെയ്യാണ് ഗൈസ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ബഡ്കൽ സ്റ്റേഷനിലുണ്ട്. നമ്മള് ഭക്ഷണം കഴിക്കാൻ നോക്കി, അതും പ്ലാറ്റ്ഫോമിൽ കഴിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് കുറെ പട്ടികൾ നമ്മളെ ശല്യം ചെയ്തു. നമ്മൾ ചെയ്ത് ശരിക്കും തെറ്റാണ്. കാരണം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഓപ്പൺ പ്ലേസിൽ ഇരുന്ന് കഴിക്കരുത്. മാത്രമല്ല നേരത്തെ പട്ടികൾ ഇവിടെ ഉണ്ടായതുമാണ്. പക്ഷെ നമ്മളത് കൂട്ടാക്കാണ്ട് ഇവിടുന്ന് കഴിച്ചു. എന്നിട്ട് നമ്മൾ പകുതിക്കുന്ന ഫുഡെല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പം ട്രെയിനിൽ കഴിക്കാം. 10:10 ട്രെയിൻ എത്തുക. അപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ട്. നമ്മളിനി ട്രെയിൻ കയറട്ടെ. ട്രെയിൻ കയറിയതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം. ട്രെയിനിൽ കയറി സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം വിശന്ന് കുടൽ കരിയുന്നുണ്ടായിരുന്നു. 2-3 മണിക്കൂർ നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കണ്ണൂരെത്തി വരുമ്പോൾ സ്റ്റേഷൻസൊക്കെ കുറവായിരുന്നു ട്രെയിനിന്. അതുകൊണ്ട് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. ട്രെയിൻ കണ്ണൂരെത്തിയ ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഒരു 3:30-3:45 4 മണി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി. എല്ലാവരും ഒരു കിളിപാറിയ ടൈപ്പിലാണ് ഉണ്ടായത്. കാരണം ഉറക്കപ്പിച്ചായിരുന്നു. ആർക്കും ഉറക്കമൊന്നും ശരിയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു ഓട്ടോ കയറിയിട്ടാണ് നേരെ നാട്ടിലേക്ക് വന്നത്. എന്നെയാണ് ഫസ്റ്റ് ഇറക്കിയത്. കാരണം എനിക്ക് നാളെ 8:30 തന്നെ ഓഫീസിലെത്തണം. എനിക്ക് തിങ്കളാഴ്ച ദിവസം ലീവില്ലായിരുന്നു. സോ അതാണ് നമ്മുടെ ട്രിപ്പ്. ഗോകർണ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഈ വ്ലോഗ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ഇത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ.